മിഥുന്റെ മരണത്തിന് പിന്നാലെ 24 നടത്തിയ അന്വേഷണ പരമ്പരകളിൽ ഇടപെടലുമായി അധികൃതർ. തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം HSSലെ വൈദ്യുതി ലൈനുകൾ KSEB മാറ്റി. എറണാകുളം അങ്കമാലി കോതകുളങ്ങര LP സ്കൂളിന് മുകളിലെ വൈദ്യുതി കമ്പികളും KSEB നീക്കം ചെയ്തു. 24 ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം പാറശാല ബദറുൽ ഇസ്ലാം സ്കൂളിനുള്ളിലെ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് ലൈനുകളെക്കുറിച്ച് 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് KSEBയുടെ ഇടപെടൽ. വൈദ്യുതി ലൈനുകൾക്ക് പകരം ABC കേബിളുകളാണ് സ്ഥാപിച്ചത്. എറണാകുളം അങ്കമാലി കോതകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിന് മുകളിലൂടെ വൈദ്യുതി കമ്പി കടന്നുപോകുന്നതും വലിയ അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഈ അധ്യയന വർഷത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി 24 വാർത്തയാക്കിയതിന് പിന്നാലെ അടിയന്തര ഇടപെടലുമായി അങ്കമാലി നഗരസഭയും റോജി M. ജോൺ MLAയും. തേവലക്കര വിഷയത്തിന് ശേഷം 24 നടത്തുന്ന ഈ ക്യാമ്പയിൻ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ കോതകുളങ്ങര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നടത്തിയ ഒരു സ്റ്റോറിയും ഞങ്ങൾ കാണാനിടയായി. അപ്പോൾ തന്നെ അത് സ്കൂളുമായിട്ടും അതുപോലെ തന്നെ KSEBയുമായിട്ട് ബന്ധപ്പെടുകയും ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ബന്ധപ്പെട്ട് അത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭ അന്വേഷിച്ചു, KSEBയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നിയമപ്രകാരം തന്നെയാണ് ഈ ലൈൻ പോയിട്ടുള്ളത്, പഴയ നിയമം അനുസരിച്ച്. ഇപ്പോൾ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് അത് മാറ്റുന്നതിനുള്ള നടപടി അവർ സ്വീകരിക്കാൻ. മാത്രമല്ല അത് സ്വകാര്യ സ്കൂളല്ല, സർക്കാർ സ്കൂളായതുകൊണ്ട് KSEBയുടെ ചെലവിൽ തന്നെ മാറ്റാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇടപെടലുണ്ടായി മിനിറ്റുകൾക്കിപ്പുറം KSEB ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്ത്. സ്കൂളിന്റെ മേൽക്കൂരയുടെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ പൂർണ്ണമായും നീക്കം ചെയ്തു. കൊല്ലം തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 24 നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് അധികൃതരുടെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ. റിനു ശ്രീധരനൊപ്പം YS അഭിനന്ദ്, 24.